ഇതെൻ്റെയും ജേഡുക്കുട്ടൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഇത് കണ്ട് നിങ്ങൾ മടുത്തെന്ന് എനിക്കറിയാം. വേറെ എന്നെ ഇടാനാന്നേ, ഇത് കണ്ട് നിങ്ങൾ എന്നെ പ്രാകരുത്. ജസ്റ്റ് ഞങ്ങളിവിടെ ഇല്ലാത്ത എൻ്റെയും ജേഡുവിൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. കുഞ്ഞാ വായോ. ആണീത് ഷർട്ടൊന്നും എത്തുകയറിടും, ടൈറ്റ് ആണോടും. ഇത് പഴയ ഷർട്ടാണ്ടാ, ചീർക്കും. ഇതാണ് ഞങ്ങളുടെ ഒരു മോർണിംഗ് റൊട്ടീൻ കേട്ടോ. എനിക്ക് ജോലി ഇല്ലെങ്കിലുള്ള മോർണിംഗ് റൊട്ടീൻ. ജേഡുക്കുട്ടൻ്റെ സ്കൂൾ ബസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 6:15 വരും. അപ്പോൾ ജേഡുവിനെ എഴുന്നേൽപ്പിക്കുന്ന ഉടനെ ജേഡുക്കുട്ടൻ പോയി കുളിച്ചോളും കേട്ടോ, പാവം. പക്ഷേ ജസ്റ്റ് ഇവിടെ ഉണ്ടല്ല, ഇതൊന്നും എൻ്റെ റൊട്ടീനല്ല. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി കുക്കിങ്ങും ഫുഡ് ഉണ്ടാക്കലും ഒക്കെയാണ്. ജേഡുവിനെ കുളിപ്പിക്കുന്നതും ജേഡുവിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കുന്നതും ഒക്കെ ജസ്റ്റ് ചെയ്യാം. ജേഡുവിൻ്റെ ടിഫിൻ ബോക്സ് എടുത്ത് വെക്കുന്നതല്ല, ജേഡുക്കുട്ടൻ്റെ എന്താ പറയുന്നത് ടൈം ടേബിൾ അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസം 1-2-3 ദിവസത്തേന് ജസ്റ്റ് ഔട്ട് ഓഫ് ദ കൺട്രിയാണ്. അപ്പം ഞാനും ജേഡുവും തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് ഒട്ടും സമയം കിട്ടില്ലാത്തൊരു സമയമായിട്ട് ഈ രാവിലെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തോരം വേണമെങ്കിലും സമയമുണ്ട്. പക്ഷേ ഈ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പൊക്കെ പണി തീർക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും വിചാരിക്കും നേരത്തെ പണി തീർത്തിട്ട് ഞാൻ ജോലിക്ക് പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് നേരെ ഇരിക്കണമെന്ന്. പക്ഷേ ഒരിക്കലും അതിന് സമയം കിട്ടാറില്ല. കാരണം അടുക്കളയിലെ പണി തീർന്നിട്ട് വേണ്ടല്ലേ. അങ്ങനെ ജേഡുക്കുട്ടൻ്റെ ടിഫിനും ജേഡുക്കുട്ടൻ്റെ കോഫിയും സാധനങ്ങളും ഒക്കെ സെറ്റായി. Is coming on tomorrow. ये आटो का है तेरा तेरा के कुत्ते के चेक करना है आटो को ये iPad है ना वचना तो കൊണ്ടുവന്നേ iPad വേണ്ട ചാർജ് ഉണ്ടോ ആ ഉണ്ട് ഞാൻ ചാർജ് ചെയ്തു ഇന്നത്തെ പോലില്ലല്ലോ പ്രാർത്ഥിച്ചേ കുഞ്ഞിനെ കാത്തോളണേ, അനുഗ്രഹിക്കണേ, പഠിക്കാനുള്ള ബുദ്ധി തരണേ, പിടിക്കണേ വളർത്തണേ, എല്ലാ ആപത്തിൽ നിന്നും കാത്തോളണേ, അനുഗ്രഹിക്കണേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശ്വരസ്തുതി. ഒരു മോസ്കോ കിട്ടേ പോകാ. അങ്ങനെ ജേഡു എല്ലാം സെറ്റായി പോകാൻ വേണ്ടിയിട്ട് ഞാനും പോയി ഡ്രസ്സൊക്കെ മാറി. ഞാനൊരു നൈറ്റ് ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു കാര്യം, നമ്മൾ വീട്ടിൽ കൂടെ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഭാഷ പറഞ്ഞ് ഈ നെറ്റിയിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് താഴോട്ട് പോകാമെന്നൊക്കെ ഉള്ളത് ശരിക്കും നമ്മളെ മറ്റുള്ളവർ എന്താ പറയുന്നത് ഒരു വിലയിരുത്തുന്ന ഒരു എന്താ പറയുന്നത് ഒരു രീതിയും കൂടെ അതല്ലേ. കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നൈറ്റ് ഗൗണും നൈറ്റ് ഡ്രസ്സും നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് പിള്ളേരെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ വരുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് നമ്മൾ പറഞ്ഞാലും അത് ശരിയല്ലെന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ ജേഡുക്കുട്ടനെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നു. ഇനിയുള്ളതാണ് എൻ്റെ പൊന്നു ദൈവമേ മുട്ടക്കാട്ട് പണി എന്ന് പറഞ്ഞ് അമ്മാതിരി പണി, വീട് വൃത്തിയാക്കുക എന്നുള്ളത്. കാരണം ജേഡുക്കുട്ടൻ വീടെല്ലാം ഒരൊറ്റൊരാളെ ഉള്ളെങ്കിലും വീട് മുഴുവൻ അറഞ്ചം പുറഞ്ചം ആക്കിയിടും. നമ്മളത് അടുക്കിപ്പെറുക്കി നമ്മുടെ വായിക്കട പത വരുന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തലേദിവസം TV മൂവി നൈറ്റും ഒക്കെ കണ്ടിരുന്നതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഓഫ് ഉള്ളപ്പോഴത്തെ എൻ്റെ ഒരു റൊട്ടീൻ ഇതാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ രാവിലെ നടക്കാൻ പോയെന്ന് വരും, അതിൽ ജിമ്മിൽ പോയെന്ന് വരും, അതല്ലേ ഒന്നുമല്ല. ചിലപ്പോൾ എനിക്ക് നല്ല മടി തോന്നിയിട്ടുണ്ടല്ലോ, കൊച്ചിനെ വിട്ടിട്ട് നല്ല പോത്ത് പോലെ കയറി കിടന്ന് ഉറങ്ങണമെന്ന് തോന്നും. അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും ഞാനിങ്ങനെ എന്താ പറയുന്നത് ടൈം ടേബിൾ വെച്ചോലെ വീടൊന്നും രാവിലെ വൃത്തിയാക്കത്തില്ല. ചിലപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഇന്നെന്തോ കൊച്ചു വരുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്യണമെന്ന് തോന്നി. ജേഡു അങ്ങനെ എൻ്റെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഒതുക്കി കുക്കെല്ലാം ചെയ്തു. എനിക്ക് ചില ദിവസം പണിപ്രാന്ത് കയറിയുണ്ടല്ലോ, ഭയങ്കര പണി. ഒരുമാതിരി കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂതം പണിയുന്ന പോലെ അറഞ്ചം പുറഞ്ഞം പണിയും. പക്ഷേ ചില ദിവസം മടിഭ്രാന്ത് കയറിയുണ്ടല്ലോ, എനിക്ക് തന്നെ അറിയാമല്ലോ, ഒരുമാതിരി പോത്തൊരിടത്ത് ഉറക്കി ഞാൻ എന്നെ തന്നെ വെറുപ്പിച്ചളയും. ജേഡുക്കുട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ജേഡുക്കുട്ടനെ ചോറൊക്കെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. പോകാനുള്ള തന്ത്രപ്പാടുകളാണ് ഗായ്സ്, തന്ത്രപ്പാടുകളാണ്. ജേഡുക്കുട്ടൻ നീ ഒരുങ്ങിയോടാ? വാവ്. സൺസ്ക്രീൻ ഒക്കെ എടുത്ത് വാരിപ്പോത്തടാ. ഇന്ന് ഞങ്ങളൊരു മൂവിക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാൻ മാത്രമല്ല ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഇല്ല. പിന്നെ ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് ജേഡുക്കുട്ടൻ വെറുതെ വീട്ടിലിരുന്ന് വെറുതെ ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിള്ളേരുടെ പടമൊന്നുമല്ല കേട്ടോ, നമ്മൾ വലിയവരുടെ പടമൊക്കെ തന്നെ. കുഞ്ഞും പറഞ്ഞു കുഴപ്പമില്ലെന്ന്. പിന്നെ കുഞ്ഞിനൊരു എൻ്റർടൈൻമെൻറ്റ് ആണ്. ജസ്റ്റ് ഇവിടെ ഇല്ലെന്ന് കരുതി ഞങ്ങളുടെ സന്തോഷങ്ങൾക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ അഴിച്ചുപൊളികൾക്കോ ഞങ്ങളുടെ ഷോപ്പിങ്ങുകൾക്കോ ഒന്നും ഒരു കുറവുമില്ല. അതെന്താ, നമ്മുടെ കെട്ടിയന്മാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിനിമയ്ക്കും ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ കാബറിനെടുക്കാൻ നമ്മളുകൂടെ പോയാൽ എന്താ. ഇങ്ങനെ സെറ്റായി മുടിയൊക്കെ ഇത്രേ ഉള്ളൂ, പോരെ. കണ്ണെഴുതിയില്ല, കണ്ണായിരുന്നു എൻ്റെ മെയിൻ അട്രാക്ഷൻ. സാരമില്ല, ഞാൻ അവിടെ പോയിട്ടിരുന്ന സമയമുണ്ട്. ബൈ. അങ്ങനെ ഞങ്ങളൊരു മൂവിക്ക് പോയിട്ട് ഗായ്സ് അല്ലേ. ഇന്ന് ഞാൻ കിടക്കല്ല,
പിന്നെ എന്നെ എടുക്കുവാണ് ഞാൻ. പിന്നെ ഈ മൂവിക്ക് പോക്കിന് പിന്നിലെ വേറൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ഒന്നുമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഇവിടെ ഇല്ലേൽ നമ്മുടെ ജേടുക്കൂട്ടൻ ഭയങ്കര മൂഡ് ഓഫ്. അധികം ഒന്നും അവൻ എക്സ്പ്രസ് ചെയ്തില്ലേ നമുക്ക് കാണുമ്പോൾ അറിയാം. ജസ്റ്റ് ഉള്ളപ്പോൾ ഉള്ള ജേഡു അല്ല ജസ്റ്റ് ഇവിടെ ഇല്ലാത്തപ്പോൾ ഉള്ളത്. ഭയങ്കര സാഡാണ്. അപ്പോൾ അവനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും കൂടാണ് ഈ ഒരു മൂവി പോക്കും പിന്നെ സിനിമയ്ക്ക് പോക്കും ഒക്കെ. അതാകുമ്പോൾ ഇവന് വെച്ച് സന്തോഷമൊക്കെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ. പിന്നെ ഷോപ്പിംഗ് മോളിൽ കൂടെ ഒക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് കുഞ്ഞിനും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി മൂവി തിയേറ്ററിലെത്തി. നമ്മൾ റീമോളിൽ തന്നെയാണ് പോയത്. പിന്നെ സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പ് ജേഡുവിനുള്ള കൈക്കൂലികളൊക്കെ നമ്മൾ വാങ്ങണമല്ലോ. കാരണം ഞാൻ പറഞ്ഞില്ല നമ്മൾ വലിയ ആൾക്കാരുടെ മൂവിക്കാണ് പോകുന്നതെന്ന്. അവൻ സിനിമാ തിയേറ്റർ വന്നാലും മൂവി ഒന്നും കാണത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ കൈക്കൂലികളും പോപ്കോണും ഫുഡും ഒന്നും കൊടുത്തില്ലെങ്കിൽ പുള്ളി അടങ്ങിയിരിക്കത്തില്ല. അപ്പോൾ പുള്ളീനെ അടക്കിയിരുത്താനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചെന്നാൽ എനിക്ക് സിനിമ കാണാൻ പറ്റും. ഓടടാ, നിനക്ക് സീറ്റ് വേണോ? ഡു യു നീഡ് ദ സീറ്റ്? നീ ഐപാഡും പെറുക്കി പിടിച്ച് നിന്നെ കൊണ്ട് പോകുന്ന ഏറ്റവും ചിലവ് കേട്ടോ. ഇതെനിക്കൊന്ന് തുടങ്ങി കാണുന്ന അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഏത് സ്ക്രീനിലാണ് മൂവി എന്ന് ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എടാ പൊട്ട പടം തുടങ്ങിയടാ. അങ്ങനെ മൂവിയൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഉള്ളപ്പോൾ എനിക്ക് മൂവിയുടെ ഇടയ്ക്ക് നിന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തിനി നമ്മളെ പെറുക്കിക്കൊണ്ട് പോയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇൻ്റർവെല്ലിന് ടോയ്ലറ്റിൽ പോയത്. ടോയ്ലറ്റ് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. എന്താ ബ്യൂട്ടിഫുൾ ടോയ്ലറ്റ് അല്ലേ. നമ്മുടെ നാട്ടിലൊരു തിയേറ്റർ പണി ഇങ്ങനെ വേണം ടോയ്ലറ്റ് പണിയാൻ. ഇത്രയും സുന്ദരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അത് കണ്ടാൽ തന്നെ നമുക്കൊരു മിറർ സെൽഫിയൊക്കെ എടുക്കാൻ തോന്നും. എനിവേ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നു. ഇത് കണ്ടോ സിനിമയ്ക്കിടയിൽ ജേഡു ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ജേഡു സിനിമയൊന്നും കാണത്തില്ലെന്ന്. പുള്ളി ഐപാഡിനകത്ത് എന്തോ ഗെയിമും കളിച്ച് പിന്നെ പുള്ളിയുടെ കുറേ ടോയ്സ് ഇരിപ്പുണ്ട്. അതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ജേഡുവിനെ കൊണ്ടുവരാൻ ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ മൂവിയൊക്കെ ഒരു വിധത്തിൽ കഴിഞ്ഞു. മൂവിയുടെ മേന്മ നടത്തില്ല. തിയേറ്ററിൽ അധികം പേരില്ലായിരുന്നു. എനിവേ ഞങ്ങൾ മൂവിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ പിന്നെ വിചാരിച്ചു ഡെൽമ മോളിൽ കൂടെ കുറേ തെണ്ടി തിരിയാന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ജസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പരമമായ ബോറിംഗ് ആണ്. മൂവി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എവിടെ പോവും? ഓഫ് കോഴ്സ് നമുക്ക് കോഫി കുടിക്കണമല്ലോ. എനിക്ക് റീചാർജ് ആവണമല്ലോ. അങ്ങനെ കോഫി ഷോപ്പിൽ കയറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ജേഡുവിൻ്റെ കുറേ ടോയ്സ് ഉള്ളതുകൊണ്ട് അതുമായിട്ട് കളിയായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് നേരം ജേഡുക്കൂട്ടനൂടെ കളിക്കാൻ കൂടി. അങ്ങനെ ഞാനും ജേഡുവിനെ കുറേ നേരം കോഫി ഷോപ്പിലൊക്കെ ഇരുന്ന് കളിച്ചു. ഞങ്ങൾ കുറച്ച് നേരം ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ. നടന്ന് മടുത്ത് കാലിലെ എന്തായിരുന്നു ഉപ്പൂറ്റി ചെരുപ്പ് തേഞ്ഞ് കഴിഞ്ഞാണ് ഞങ്ങൾ കോഫി ഷോപ്പിൽ പോയി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ചിലപ്പോൾ ജസ്റ്റോട് പറയും കേട്ടോ, നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് മോളിൽ കൂടെ പോകുമ്പോൾ എന്നെ കണ്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു വിട്ട് എന്നെ മിസ്സായി പോയെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഏതെങ്കിലും കോഫി ഷോപ്പിൽ തപ്പി എന്നെ കിട്ടുമെന്ന്. എനിവേ അവിടുന്ന് കുറച്ച് നേരം ഷോപ്പിംഗ് കുടിച്ച ശേഷം കോഫിയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ നേരെ മക്ഡൊണാൾഡ്സിൽ പോയി. കാരണം എനിക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേഡുക്കുട്ടൻ കൂട്ടുന്നു. ഈ ജേഡുക്കുട്ടൻ റീചാർജ് ചെയ്യണമല്ലോ. അത് തന്നെയല്ല പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അവന് മക്ഡൊണാൾഡ്സ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മാക്കിൽ പോയി. മക്ഡൊണാൾഡ്സിൽ ജേഡുക്കുട്ടൻ സത്യം പറഞ്ഞാൽ കയറുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഹാപ്പി മീൽ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കയറുന്നത്. ടോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ജേഡേ, ഞാൻ നിന്നോട് എന്നാ പറഞ്ഞ എൻ്റെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് പോരെന്നിട്ട് നീ ആ ബാഗ് അവിടെ വെച്ചിട്ട് 2 കിലോമീറ്റർ മാറി ഇവിടെ ഇരുന്ന് കളിക്കുവാണോ? ജേഡൻ, അതിനകത്ത് അമ്മയുടെ വാലറ്റ് ഉണ്ട്, വണ്ടിയുടെ കീ ഉണ്ട്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരെണ്ണമില്ലേ? ഫസ്റ്റ് ടീം എൻ്റെ നമ്പർ എന്ത്? എൻ്റെ ദൈവമേ, ഞാൻ ജേഡുവിനെ അവിടെ ഒരു ചെയർ ഇരുത്തിയിട്ട് പോയതാ കേട്ടോ. ടോയ്ലറ്റിൽ തിരിച്ചു വന്നപ്പോൾ അവൻ വേറൊരു സീറ്റേ പോയി ഇരിപ്പുണ്ട്. അവിടെ പിള്ളേരെ കണ്ടുപോയി പുള്ളി ഇരുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ബാഗും വാലറ്റും ഒക്കെ അവിടെ തന്നെ വെച്ചിട്ട് അവൻ പോയി ഇരുന്നത്. അങ്ങനെ ജേഡുവിൻ്റെ ഐസ്ക്രീം വന്നു, ഹാപ്പി മീൽ വന്നു. ജേഡുകൂട്ടൻ പറഞ്ഞായിരുന്നു എനിക്ക് വാട്ടർ മതി, ഡ്രിങ്ക്സ് വേറെ വേണ്ടെന്ന്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മൂവിക്ക് കയറിയപ്പോൾ അവൻ ഓൾറെഡി ഡ്രിങ്ക്സ് കുടിച്ചതാണ്, അതുകൊണ്ട് വാട്ടർ മതിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഹാപ്പി മീലിലൂടെ കിട്ടിയ ടോയ് അവൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ രണ്ടാമത് പോയി ടോയ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും മൂവിയും എല്ലാം കഴിഞ്ഞിട്ട് റീമോളിൽ നിന്ന് പതുക്കെ പോയേക്കാന്ന് വിചാരിച്ചു. ബിക്കോസ് ഓൾറെഡി രാത്രി ആയായിരുന്നു. അത് തന്നെയല്ല, എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ പാതിരാത്രിയിലൊന്നും അധികം അലഞ്ഞു തിരിഞ്ഞ് നടക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ ഞങ്ങൾ നേരത്തെ കാലത്തെ വീട്ടിൽ കൂട് കയറുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല, ഇവിടെ അബുദാബിയിൽ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നട്ടപ്പാതിരാന്നൊന്നും. ബിക്കോസ് ലോകത്തിലെ വെച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള കൺട്രീസിലാണ് നമ്മളുള്ളത്. കൺട്രി അല്ല, ഏറ്റവും സേഫ് ആയിട്ടുള്ള സിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഫുഡും കൂടെ വാങ്ങിക്കണമെന്നുള്ളത്. പക്ഷേ ഒരു ചെമ്പൂട്ട നിറച്ച് കോഫി കുടിച്ചുകൊണ്ട് എൻ്റെ വിശപ്പൊക്കെ പോയി. അങ്ങനെ ഫുഡൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫൈനലി വീട്ടിൽ വന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ശരി എന്നാൽ ബൈ.